ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ബ്രില്യൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം പറയുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ എൻട്രി ഓപ്പറേഷനിലെ 5th ചാപ്റ്ററായ മെയിൽ മെർജിനെ കുറിച്ചാണ്. മെയിൽ മെർജ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, വളരെ യൂസബിളാണ്. അതായത് MS ഓഫീസ് പാക്കേജിൽ ഓഫീസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ഒരു ഓപ്ഷനാണ് എന്ത്, മെയിൽ മെർജ് എന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, 5th ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനാണ് മെയിൽ മെർജ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോമൺലി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്യുന്ന പോലെ ടോപ്പിക്സ്, ആ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ മെയിൽ മെർജ് തന്നെയാണ്. എന്താണ് മെയിൽ മെർജ് എന്നാണ് മെയിനായി പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് മെയിൽ മെർജ്, മെയിൽ മെർജിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. ആൻഡ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇൻ മെയിൽ മെർജ്, മെയിൽ മെർജിൽ വരുന്ന മെയിൻ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ വരുന്നത് പറയുന്നുണ്ട്. ആൻഡ് മെയിൽ മെർജ് വിസാർഡ്. ഇങ്ങനെ മെയിനായിട്ട് ഈ 4 ടോപ്പിക്സാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം, ഓരോ ടോപ്പിക്സ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ മെയിൽ മെർജ് തന്നെയാണ്. എന്താണ് മെയിൽ മെർജ് നോക്കാം. ഓക്കെ, ഇറ്റ്സ് എ വേർഡ് പ്രോസസ്സിംഗ് ടാസ്ക് ടു പ്രൊഡ്യൂസ് പീരിയോഡിക് മെയിലിങ്സ് ടു സെൻഡ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ ഓർ ഏജൻസീസ്. അതായത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഒരേ ലെറ്റർ നമുക്ക് മെയിൽ ചെയ്യണം വിചാരിച്ചോളൂ, ഐ മീൻ സെൻഡ് ചെയ്യണം വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ഡോക്യുമെൻറ്റ്സ് കുറേ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് എന്തിൻ്റെ സ്പെസിഫിക്കേഷൻ, മെയിൽ മെർജിൻ്റെ സ്പെസിഫിക്കേഷൻ. അതായത് നമ്മുടെ കണ്ടൻറ്റ് സെയിം ആയിരിക്കും, പക്ഷേ അഡ്രസ്സ് അയക്കേണ്ട അഡ്രസ്സുകൾ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആളുകൾക്ക് സെപ്പറേറ്റ് നമുക്ക് എന്ത് ആവശ്യമില്ല, ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ഡോക്യുമെൻറ്റ്, ഒറ്റ ലെറ്റർ മതി. ആ ലെറ്റർ കുറേ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് എന്ത് പറയുന്നത്, മെയിൽ മെർജ് കൊണ്ട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് പ്രോസസ്സിംഗ് ടാസ്ക്കാണ് പ്രൊഡ്യൂസ് പീരിയോഡിക് മെയിലിങ്സ് ടു സെൻഡ് ഡിഫറെൻറ്റ് പീപ്പിൾ ഓർ ഏജൻസീസ്. ഡിഫറെൻറ്റ് പീപ്പിൾസിനോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏജൻസിയോ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ലെറ്റർ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഏത് യൂസ് ചെയ്യുന്നുണ്ട്, മെയിൽ മെർജ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിനെ മെയിനായിട്ട് അതിന് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് പറയണം. ഓക്കെ, ക്യാൻ മെർജ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ് ടു സിംഗിൾ ലെറ്റർ ആൻഡ് ക്യാൻ സെൻഡ് ടു ഡിഫറെൻറ്റ്. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. സിംഗിൾ ലെറ്റർ കുറേ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത്. സെക്കൻഡ് ആണ് ക്യാൻ ആൾസോ പ്രൊഡ്യൂസ് മെർജ് ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് ഇൻവോയ്സ്, പ്രിൻറ്റ് അഡ്രസ്സസ് ലിസ്റ്റ്, പ്രിൻറ്റ് അഡ്രസ് ഓൺ ദി എൻവലപ്പ്. അതിന് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് എൻവലപ്പിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെർജ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് കവർ പ്രിൻ്ററിനകത്ത് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, കവർ അതിൻ്റെ മുകളിൽ കവറിൻ്റെ മുകളിൽ അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ആർക്കൊക്കെയാണോ സെൻഡ് ചെയ്യുന്നത്, ആ സെൻഡ് ചെയ്യുന്ന ആളുകളുടെ അഡ്രസ്സുകൾ കവറിൽ പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഫോർമാറ്റിൽ, അതേ ഫോർമാറ്റിൽ നമുക്കിവിടെ ചെയ്യാം, മെയിൽ മെർജിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് മെയിനായിട്ട് വരുന്ന 2 അഡ്വാൻറ്റേജസ്. ഒന്ന്, നമുക്ക് ഒരേ ലെറ്റർ കുറേ ആൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, ഡോക്യുമെൻറ്റ്സ്, ഇൻവോയ്സ് പോലുള്ള പ്രിൻറ്റഡ് അഡ്രസ്സ്, കുറേ അഡ്രസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എൻവലപ്സ്, കവറിൻ്റെ മുകളിൽ പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സിനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഏത് യൂസ് ചെയ്യുന്നുണ്ട്, മെയിൽ മെർജ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എന്താണ്, ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇൻ മെയിൽ മെർജ്. മെയിൽ മെർജിൽ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്. 3 ടൈപ്സ് ഡോക്യുമെൻറ്റ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് മെയിൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയും, സെക്കൻഡ് വൺ ഡാറ്റ സോഴ്സ് പറയും, തേർഡ് വൺ മെർജ് ഡോക്യുമെൻറ്റ്സ്. ഈ 3 ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക, ഒരു മെയിൽ മെർജിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതൊക്കെയുള്ളത്, മെയിൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഡാറ്റ സോഴ്സ് ഉണ്ടായിരിക്കും, ആൻഡ് മെർജ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് ഓരോ ഡോക്യുമെൻറ്റിൻ്റെ യൂസേജ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്താണ്, മെയിൻ ഡോക്യുമെൻ്റ് ആണ്. എന്താ മെയിൻ ഡോക്യുമെൻറ്റ്സ്, ഈസ് ദി നോർമൽ ഡോക്യുമെൻറ്റ് സച്ച് ആസ് സ്റ്റാൻഡേർഡ് ലെറ്റർ ഓർ എൻവലപ്പ് ഓർ മെയിലിംഗ് ലാബിൾസ്. അതെന്തായിരിക്കും മെയിൻ ഡോക്യുമെൻറ്റ്സ് ഉള്ളത്, ഒരു സ്റ്റാൻഡേർഡ് ലെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എൻവലപ്പിൻ്റെ മുകളിൽ പ്രിൻറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് മീൻസ് മാറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മെയിലിംഗ് ലാബിൾസ് ആയിരിക്കാം. ഇതൊക്കെ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ലെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീപ്പ് ചെയ്യാൻ സാധിക്കും. അതിനെ പറയുന്നതാണ് ഡോക്യുമെൻറ്റ്, മെയിൻ ഡോക്യുമെൻറ്റ്. ഒന്നുമില്ല, ഡാറ്റ ഉണ്ടായിരിക്കും, എന്താ പറയുന്നത്, നമുക്ക് ഡോക്യുമെൻറ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ലെറ്റർ ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ലെറ്റർ ആയിരിക്കും അതിനകത്ത് വരുന്നത്, മെയിൻ ഡോക്യുമെൻറ്റ്സിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നത്, നോർമൽ ഒരു പേജിൽ ആ ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് മെയിൻ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ. ഇനി എന്താ വരുന്നത്, ഡാറ്റ സോഴ്സ് ആണ്. ഓക്കെ, ഡാറ്റ സോഴ്സ് പറഞ്ഞാൽ ഈസ് ഫയൽ ദാറ്റ് കണ്ടെയ്ൻസ് ദി നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾസ്. ആർക്കൊക്കെയാണോ നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അഡ്രസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യണം,
ഒരു ഡാറ്റാ സോഴ്സിനകത്ത് സ്റ്റോർ ചെയ്യണം, ഒരു ഫയലിനകത്ത് സ്റ്റോർ ചെയ്യണം. ആ ഫയലിന് പറയുന്നതാണ് ആ ഡാറ്റാ സോഴ്സ്. ഇപ്പോൾ നമ്മൾ ആദ്യം ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർക്കൊക്കെയാണോ ലെറ്റർ സെൻഡ് ചെയ്യുന്നത് അവരുടെ അഡ്രസ്സും നെയിംസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ ഫയലാണെന്ന് പറയുന്നത് ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്റ്റെപ്പ് തീർന്നു. ഓക്കെ, ഇത് 3rd സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്, മെർജ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പ്ലെയിൻ ലെറ്ററും ഉണ്ട്, പിന്നെ എന്തുണ്ട്, അഡ്രസ്സ്, ആളുകളുടെ നെയിംസും അഡ്രസ്സുള്ള ഡാറ്റ സോഴ്സും ഉണ്ട്. ഓക്കെ, ഈ മെയിൻ ലെറ്ററും ഡാറ്റാ സോഴ്സും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, മെർജ് ഡോക്യുമെൻറ്റ്സ് ആയി കഴിഞ്ഞു. മെർജ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അഡ്രസ്സും ഈ ഡോക്യുമെൻറ്റ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത ലെറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെർജ് ചെയ്യുന്നത്. ഓക്കെ, ജോയിൻ ചെയ്യിക്കുന്നു. ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മെർജ് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ. ഓക്കെ, ആഫ്റ്റർ മെർജിങ് ദി മെയിൻ ഡോക്യുമെൻറ്റ്, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മെയിൻ ഡോക്യുമെൻറ്റ്സ് ഓക്കെ വിത്ത് ഡാറ്റാ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്ന, മെർജ് ചെയ്യുന്നത്, വി ക്യാൻ ഗെറ്റ് 3rd ഡോക്യുമെൻറ്റ്, 3ാമത്തെ ഡോക്യുമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഇസ് കാൾഡ് എന്താണ്, മെർജ്ഡ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അങ്ങനെ 3 മെയിൻ ഡോക്യുമെൻറ്റ്സ് ആണുള്ളത് നമ്മുടെ കയ്യിൽ. വൺസ് അഗൈൻ ഏതൊക്കെയുള്ളത്, ഒന്ന് മെയിൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, സാധാ ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് ഡാറ്റാ സോഴ്സ് ഉണ്ട്. ഡാറ്റാ സോഴ്സ് മീൻസ് എന്താണ്, ആർക്കൊക്കെയാണോ സെൻഡ് ചെയ്യുന്നത് അയാളുടെ നെയിംസ് ആൻഡ് അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന ഫയലിനെ പറയുന്നതാണ് എന്ത്, ഡാറ്റാ സോഴ്സ് പറയുന്നത്. ഓക്കെ, ഇനി ഈ മെയിൻ ഡോക്യുമെൻറ്റ്സ് ഡാറ്റാ സോഴ്സായിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പുതിയ ഡോക്യുമെൻറ്റ് കിട്ടും. ആ ഡോക്യുമെൻറ്റ് പറയുന്നതാണ് മെർജ്ഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 മെയിൻ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി മെയിൻ മെർജ് വിസാർഡാണ്. മെയിൻ മെർജ് വിസാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, മെയിൽ മെർജ് ചെയ്യാനുള്ള നമുക്ക് കുറേ ഹെൽപ്സ് തരുന്നുണ്ട്, ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ എന്താണ്, മെർജ് വിസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഗൈഡ്സ് ഫോർ ദി പ്രോസസ് ഓഫ് ഡൂയിങ് മെയിൽ മെർജ് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് തരുന്ന ഏരിയ പറയുന്നതാണ് മെയിൽ മെർജ് വിസാർഡ് എന്ന് പറയുന്നത്. ആ വിസാർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഇവിടെ പറയുന്നുണ്ട്. സെലക്ട് മെയിലിങ്സ് എന്ന ഓപ്ഷനിൽ പോകുന്ന സ്റ്റാർട്ട് മെയിൽ മെർജ് എടുക്കുന്ന, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എങ്ങനെയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പാണ്, 3rd സ്റ്റെപ്പ് എന്താണ് എന്ന കാര്യം കറക്റ്റായിട്ട് എല്ലാ സ്റ്റെപ്സും നമുക്ക് എവിടെ നിന്ന് അവൈലബിൾ ആണ്, മെയിൽ മെർജ് വിസാർഡിൽ നിന്ന് അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ. മെയിൽ മെർജ് എങ്ങനെ ചെയ്യുന്നുള്ള ഗൈഡ് ലൈൻ ആണ് ആര് തരുന്നത്, മെയിൽ മെർജ് വിസാർഡ് തരുന്നത്. അത് ഓപ്പൺ ചെയ്യാനുള്ള മീൻസ് അത് എടുക്കാനുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെലക്ട് മെയിലിങ്സ് പോകുന്നു, ദെൻ സ്റ്റാർട്ട് മെയിൽ മെർജ് എടുക്കുന്ന, അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫുൾ ഹെൽപ്പ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, അതാണ് മെയിൽ മെർജ് വിസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൽ മെർജ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒന്നുമില്ല, ചൂസ് ദി ടൈപ്പ് ഓഫ് മെയിൻ ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് ലെറ്റർ ആവാം, ഇമെയിൽ ആവാം, മെസ്സേജസ് ആവാം, എൻവലപ്പ് ആവാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ എടുക്കണമെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഓപ്ഷൻസ് തരുന്നുണ്ട്. ഏത് ഡോക്യുമെൻറ്റ്സ് ആണോ, ഐ മീൻ നമ്മൾ ഏത് എലമെൻ്റ് ആണോ എടുക്കുന്നത്. ചിലപ്പോൾ ലെറ്റർ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, ലെറ്റർ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ചിലപ്പോഴും എന്താ, ഇമെയിൽ മെസ്സേജ് ആയിരിക്കും മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമെയിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് എൻവലപ്പിൻ്റെ മുകളിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, എൻവലപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഇത് സെലക്ട് ചെയ്യാം. ഏത് ഡോക്യുമെൻ്റ് ആണോ എടുക്കുന്നത്. ചിലപ്പോൾ ലെറ്റേഴ്സ് ആവാം, ഇമെയിൽ ആവാം, അല്ലെങ്കിൽ എൻവലപ്പ് ആവാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത് ഏതാ വേണമെങ്കിൽ. ഓക്കെ, അതാണ് സെലക്ട് ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റിംഗ് ഡാറ്റാ സോഴ്സ്. എങ്ങനെയാണ് ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായത് ഡാറ്റാ സോഴ്സ് എന്ന ഡോക്യുമെൻ്റ് ഉണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക പറയുന്നത്. ഡാറ്റാ സോഴ്സിൽ എന്താ ഉള്ളത്, ആർക്കൊക്കെയാണോ സെൻഡ് ചെയ്യുന്ന അവരുടെ നെയിംസും അഡ്രസ്സും ആയിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുക, ഡാറ്റ സോഴ്സിനകത്തുണ്ടായിരിക്കുക. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദി ഡാറ്റാ സോഴ്സ് ക്യാൻ ക്രിയേറ്റ് യൂസിങ് MS Word. MS Wordൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാം, ടാബിൾ ക്രിയേറ്റ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, MS Excel അല്ലെങ്കിൽ MS Access യൂസ് ചെയ്യാം. ഓക്കെ, ഈ മൂന്നിലും നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടാബിൾ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, MS Excel അല്ലെങ്കിൽ MS Access. ഓക്കെ, അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് സെലക്ട് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്, പുതിയ ലിസ്റ്റ് എടുക്കുന്ന, ഫ്രം സെലക്ട് റെസിപ്പൻസ് എടുക്കുന്ന, ദെൻ ക്രിയേറ്റ് കൊടുക്കുന്നു, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ദി ഫീൽഡ് വാല്യൂസ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, സേവ് ആസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഏത് ഓപ്ഷനാണോ എടുക്കുന്നത് അത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെർജിങ് ഡോക്യുമെൻറ്റ്സ് ആണ്. മെർജിങ് ഡോക്യുമെൻറ്റ്സ് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയാണോ മെർജ് ചെയ്ത ഡോക്യുമെൻ്റ് വരേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന, ക്ലിക്ക് ദി ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അഡ്രസ് ഓൺ ദി ലെറ്റർ, എവിടെയാണോ മെർജ് ഡോക്യുമെൻറ്റ്സ് അഡ്രസ്സ് വേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെലക്ട് അഡ്രസ്സസ് പോകുന്ന
പിന്നെ എന്താണ് മെയിൽ മെർജ് വിസാർഡിൽ പോകുന്ന ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത ഏരിയയിൽ ഇതുപോലെ നെയിം അഡ്രസ്, അഡ്രസ് 2 ഉണ്ടെങ്കിൽ അഡ്രസ് 2, അഡ്രസ് 3 ഉണ്ടെങ്കിൽ അഡ്രസ് 3, അങ്ങനെ 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് ആളുടെ അഡ്രസ്സ് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഡയറക്റ്റായിട്ട് കാണാൻ സാധിക്കില്ല. ആക്ച്വലി അതിൽ ഡാറ്റാബേസ് ആണ് കാണിക്കുന്നത്. ഡാറ്റാബേസിലെ ഫീൽഡുകളാണ് കാണിക്കുന്നത്. നെയിം ഫീൽഡ് ഉണ്ടായിരിക്കും, അഡ്രസ് ഫീൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രീതിയിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ ഡിയർ, കാരണം വെച്ചാൽ നമുക്ക് ഒരാളുടെ അഡ്രസ്സ് മാത്രമല്ല കുറേ ആളുകളുടെ അഡ്രസ്സ് വരും. അപ്പോൾ എല്ലാവരുടെ അഡ്രസ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കില്ല. ആർക്കൊക്കെയാണോ സെൻഡ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ അഡ്രസ്സ് കാണാൻ സാധിക്കുന്നുള്ളൂ, പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഏരിയയാണ് നെയിം, അഡ്രസ് 1, അഡ്രസ് 2, അഡ്രസ് 3 കോമൺ വരുന്നത്. അതുപോലെ ഡിയർ, ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അയാളുടെ നെയിംസ് അല്ലെങ്കിൽ കമ്പനിയുടെ നെയിം ആയിരിക്കാം, അയാളുടെ പേരായിരിക്കാം. ഓക്കെ, പിന്നെ കോമൺ ലെറ്റർ, ഈ ലെറ്റർ ഇത് കോമൺ ആണ്, ഇതെല്ലാവർക്കും കോമൺ ആണ്, അതുകൊണ്ട് നമുക്കിവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇതിനി മെർജ് ചെയ്ത് നമുക്ക് പേജിലേക്ക് വരുമ്പോഴാണ്, മീൻസ് പ്രിൻ്റ് എടുക്കുമ്പോഴായിരിക്കും എന്ത് വരുന്നത്, ഈ നെയിംസ് എന്നുള്ള ഏരിയയിൽ ആർക്കാണോ സെൻഡ് ചെയ്യുന്ന അയാളുടെ നെയിം ഉണ്ടായിരിക്കും, അഡ്രസ്സ് എന്ന ഏരിയയിൽ ആർക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്ന അയാളുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കോമൺ ആയതുകൊണ്ട് അത് ഹൈഡ് ആയിരിക്കും, ഇവിടെ മെർജ്ഡ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി കോമൺ ലെറ്റർ നമുക്കിവിടെ വിസിബിൾ ആണ്, ഇത് കോമൺ ആയിരിക്കും, എല്ലാവർക്കും അയക്കുന്ന കോമൺ ലെറ്റർ ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നുമില്ല, എവിടെയാണോ അഡ്രസ്സ് വേണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലൊക്കേറ്റ് ചെയ്യുന്ന. ഇനി എന്ത് ചെയ്യുന്നത്, അഡ്രസ് ബുക്ക് പോയിട്ട് മെയിൽ മെർജ് വിസാർഡ് എടുക്കുന്ന ഇൻസേർട്ട് അഡ്രസ്സ് കൊടുക്കുന്നു. അപ്പോൾ ആ അഡ്രസ്സ് അവിടെ എന്ത് ചെയ്യും, പ്ലേസ് ആവും. ഓക്കെ, നെക്സ്റ്റ് മെർജിങ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഒരു എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ എന്താ മെർജിങ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, ഇത് മെയിൻ ഡോക്യുമെൻറ്റ്സ് ആണ്. അതിനകത്ത് ഇതാണ് ഡോക്യുമെൻറ്റ് ലെറ്റർ. ഓക്കെ, സാധാരണ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിയർ കോൺടാക്ട് നെയിം മാത്രമേ ഉള്ളൂ, എന്തില്ല, അയാളുടെ നെയിമില്ല. ആക്ച്വലി അവിടെ നെയിം വരും, നമ്മൾ എപ്പോഴാണോ അത് പ്രിൻറ്റ് ചെയ്യുന്നത് ആ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പേപ്പറിൽ എന്തുണ്ടായിരിക്കും, അയാളുടെ നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതാണ് ഡോക്യുമെൻറ്റ്. ഇനി നമുക്കെന്താണ്, എൻവലപ്പ് പ്രിൻറ്റിംഗ് ഉണ്ട്, അതായത് ഇതുപോലെ എൻവലപ്പ് പ്രിൻറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വിസിബിൾ അല്ല, എന്ത്, ആളുടെ അഡ്രസ്സ് വിസിബിൾ അല്ല, 2 മാത്രം വിസിബിൾ ആണ്, അത് കോമൺ അല്ലായിരിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവിടെ സെപ്പറേറ്റ് അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആ പേപ്പറിൽ പ്ലേ ചെയ്യും, മീൻസ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മെർജിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.